സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ ഏണിങ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല. ബട്ട് ഞാൻ വേറെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാനിപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ കൂടുതലെങ്ങാണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് ഞാൻ ഏകദേശം നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പുകളിൽ കൂടെ നിങ്ങൾക്ക് ഏകദേശം ഏൺ ചെയ്യാൻ പറ്റുന്നത് 100-200 രൂപയ്ക്ക്. അതും നിങ്ങളിപ്പോൾ 100-200 അല്ലെങ്കിൽ 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടൈം പീരീഡ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് ഏണിങ്സ് ചിലയിൽ കിട്ടും, ചിലയിൽ കിട്ടണമില്ല. പോരാത്തതിന് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള നല്ല നല്ല സ്കിൽസ് ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല, നല്ല സ്കിൽസസ് ഉള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഏതൊക്കെ സ്കിൽസാണ് നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനത്തെ സ്കിൽസസിന് നമ്മൾ കൊടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ടൈമിനനുസരിച്ചുള്ള ഏണിങ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്കില്ല്. സോ അതിന് ഞാൻ കൊടുത്ത ടൈമിനേക്കാളും കൂടുതൽ ഏണിങ്സ് എനിക്കിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേ ടൈമിൽ നിങ്ങളിപ്പോൾ ഒരു ആപ്പോ അല്ലെങ്കിൽ ക്യാപ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ആപ്സോ വെബ്സൈറ്റിലോ നിങ്ങളിപ്പോൾ 2-3 അവേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കും. 2-3 അവേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഇത്ര നേരത്തിൽ കൂടുതൽ ട്രാഫിക് ഉണ്ടായാൽ നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു മാസം ഒരു 10-20,000 പേര് ഡെയിലി ട്രാഫിക്കായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് 1 ലാക്ക് അല്ലെങ്കിൽ 2 ലാക്കിൻ്റെ മേളിൽ അപ്പോൾ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് ഇൻ്റർനെറ്റിൻ്റെ ട്രാഫിക് അനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ അവരുടെ വെബ്സൈറ്റിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വരും. അങ്ങനെയാണ് ഇവർ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവർ ചോദിക്കുന്നത് ചിലപ്പോൾ നല്ല ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഈ ഹ്യൂജ് എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ ആയിരിക്കും. മനസ്സിലായോ? സോ ഇന്ന് മുതൽ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ ഞാൻ ഡെയിലി ചെയ്യുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഏണിങ്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് ഡെയിലി ഇനി നിങ്ങൾക്ക് ഫേക്കാണ് ജെന്യുവൻ അല്ല എന്ന് തോന്നുവാണെങ്കിൽ ഡെയിലി ഒരു 50 ദിവസത്തേക്ക് ഞാൻ ഏകദേശം ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പോരാത്തതിന് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഞാൻ വേറൊരു ന്യൂ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഡെവലപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്കില്ല് എല്ലാവരും ചെയ്യുന്ന സ്കില്ലാണ്, ബട്ട് നമ്മുടെ ഇന്ത്യയിൽ കുറേ ആളുകൾ കുറവാണ്. സോ ഞാൻ ആ സ്കില്ല് പഠിച്ച് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഡെയിലി Day 1 Day 2 എന്നും പറഞ്ഞായിരിക്കും ഞാൻ വീഡിയോസ് ഇടുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ താങ്ക് യു.